ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോഴേ കുറേ ദിവസമായി നമ്മൾ അന്നൊരു വീഡിയോ ഇട്ടിട്ട് ആഴ്ചകൾ അല്ല ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ അല്ല, സമയം 9 മണിയായിട്ടോ. ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി. ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊരു മൂഡ് കിട്ടൂല. ഞാനിപ്പോൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരാളെ അവിടെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചിങ്ങനെ പോവാണ്. ഓക്കെ, ഇനി കുണ്ടന്നൂർ നമ്മളെ ക്രൗൺ പ്ലാസൻ്റെ ഓപ്പോസിറ്റാണ് അടുത്ത ഒരു കസ്റ്റമർ ഉള്ളത്. മാപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പം നെട്ടൂരാണല്ലോ കേട്ടോ. ഈ ഒരു പള്ളിയാണോ സൈഡിൽ കാണുന്ന പള്ളി? അത് നമ്മൾ യൂസഫ് അലി സാഹിബ് ഉണ്ടാക്കി കൊടുത്ത പള്ളിയാട്ടോ. ഓക്കെ, അടിപൊളി പള്ളിയാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയാൽ ഫുൾ AC സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാനിതങ്ങനെ അടുത്ത കസ്റ്റമറെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുണ്ടന്നൂരാണ് നമ്മളെ ക്രൗൺ പ്ലാസയൊക്കെ നിൽക്കുന്നതിൻ്റെ, നമ്മുടെ സ്വന്തം ക്രൗൺ പ്ലാസ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവരെ പിക്ക് ചെയ്തതിന് ശേഷം കാണാം. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ ലേക്ക് ഷോറിൽ നിന്ന് അവിടെ ഒരാളെ ഒഴിവാക്കി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പുറത്തുനിന്ന് നമുക്ക് വേറൊരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടേക്ക്? ലൂർദ് ഹോസ്പിറ്റൽ. ഇന്ന് രാവിലെ സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10 മണിയായി തുടങ്ങി. 103 രൂപ. പോയി പണി എന്താ ചോക്ക്. 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, 3 കിലോമീറ്റർ പിന്നെ ഡ്രോപ്പിങ്ങും. അതിന് 103 രൂപ. അത് ശരി. അപ്പോഴേ സമയം 11:18 11:30 മണിയായി ഏറെക്കുറെ. ചായ ഇതുവരെ കുടിച്ചിട്ടില്ല. ആകെ 4 ട്രിപ്പ് അടിച്ചിട്ടുള്ളൂ. കാക്കനാട്ടിക്കൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാട്ടോ. നോക്കി, ഈ ഒരു പിന്നെ ഇതിൻ്റെ എന്താ അതിൻ്റെ പേര് മെട്രോ. ഈ മെട്രോ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വലിയ കുഴപ്പമില്ല. ഈവനിങ് ഒന്നും ഇവിടെ പറയണ്ട കേട്ടോ, ഒരു രക്ഷയില്ല. ഒരുപാട് കമ്പികൾ ഇങ്ങനെ പൊങ്ങിക്കണോ. നല്ല ബ്ലോക്കാണ്, നല്ല ബ്ലോക്കാണ്. സമയം ഞാൻ 7:30 മണി 7:45 ഇറങ്ങിയതാട്ടോ. ആകെ 4 ട്രിപ്പ് അടിച്ചിരുന്നു. ഒക്കെ ഈ പറഞ്ഞ മാതിരി 150, 105, 110. ഇനി എൻ്റെ വീട്ടിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 160 രൂപ ഓട്ടോറിക്ഷ കൊടുക്കണം, 5-6 കിലോമീറ്റർ. ഇവിടെ 10 കിലോമീറ്റർ ഓടിയാൽ നമുക്ക് കിട്ടുന്നത് 110 രൂപയാണ്. എങ്ങനെയുണ്ട്? അത് നല്ല അടിപൊളി AC യാത്ര, പാട്ട് പണിക്കാത്തത്, മെഹറൂബയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പോയാലേ സംഭവം നല്ല രസമാണ്. പക്ഷെ സിസ്റ്റം അതാണ്, നമ്മൾ പണിയെടുക്കുന്നു, ഊബർ കാശ് ഉണ്ടാക്കുന്നു. ഞാനൊരു 360 രൂപയുടെ ട്രിപ്പ് പോയിട്ടോ. അതിൽ എനിക്ക് കിട്ടിയത് 230 രൂപയാണ്. ബാക്കി കംപ്ലീറ്റ് ഊബർ. എന്താലേ സിസ്റ്റം. മൂപ്പര് കുറേ കോടികൾ എറിഞ്ഞുണ്ടാക്കി. ഇപ്പോൾ ഒരു ഭാഗത്തിരുന്ന് കോടികൾ ഉണ്ടാക്കണം. അതന്നെ ബിസിനസ് തന്നെ അല്ല. ഇൻഫോ പാർക്ക് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എക്സിറ്റ് ആവുകയാണ്. റൈറ്റ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് അതിലും മേലെ. ഏറ്റവും വലിയ പ്രശ്നം ഊബറിൽ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? മൂത്രമൊഴിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു പാർട്ടിനെ ഒഴിവാക്കുന്നതിൻ്റെ മുമ്പായിരിക്കും ചിലപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കുക. അപ്പോൾ മൂത്രമൊഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇനി എവിടെ ചെന്ന് അവസാനം കിഡ്നി അടിച്ച് പോവുകയാണാവോ എന്തോ പടച്ചോക്കാക്കട്ടെ. ഞാൻ ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രശ്നം ഇതായിരിക്കും. എനിക്കാണെങ്കിൽ ചിലപ്പോൾ ചില ആളുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ പമ്പിലൊക്കെ സൈഡാക്കിയിട്ട് മൂത്രമൊഴിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കത് തോന്നുന്നില്ല, എന്താ അറിയില്ല, മോശമല്ലേ. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ കിടതാപ്പുകൾ റിപ്പോർട്ട് അടിച്ചാൽ അതും പ്രശ്നമാണല്ലോ. ഇപ്പോൾ എനിക്ക് മൊബൈൽ യൂസിങ്, ഇപ്പം മൊബൈൽ പൊതുവേ ഊബറിൽ നിന്നല്ല, പൊതുവേ ഞാൻ ഡ്രൈവിങ്ങിൽ മൊബൈൽ യൂസ് ചെയ്യാറില്ല. ഞാൻ അങ്ങനെ ഇൻ കേസ് യൂസ് ചെയ്യേണ്ട അവസ്ഥ വരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് പിന്നെ സീറ്റിൽ വെച്ച് സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. എന്തിന് ഈവൻ സെറ്റിൽ കണക്ട് ചെയ്ത് വരെ ഞാൻ ഫോൺ ചെയ്യാറില്ല. അത്രയും ശ്രദ്ധിച്ചിട്ട് ഞാൻ പൊതുവേ ഡ്രൈവിങ്ങിൽ ഞാൻ ഫോൺ ഉപയോഗിക്കില്ല, അത്രയും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ എനിക്കൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് എന്തോ പ്രശ്നം. അഥവാ ഫോൺ എടുത്തു എന്ന് പറയാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നുണയായിരിക്കും. പക്ഷെ ഫോൺ എടുത്തിട്ടില്ല. ഇനി മേ ബി എൻ്റെ ഫോൺ ഇങ്ങനെ റേഞ്ച് ചെയ്യുന്നുണ്ട് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ അത് ഓരോരുത്തരും ഓരോ സ്വഭാവമാണല്ലോ. എല്ലാവരും ഒരേ അച്ചിലിട്ട് വാർത്തതായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കാം. ഏതോ ഒരു ചങ്ങായിച്ചിയോ ആരോ ഒരാൾ റിപ്പോർട്ട് അടിച്ചാണ് കണ്ടോ. ഇവിടെ എത്തിയിട്ടോ മെട്രോ നഗരം. ഇത് എനിക്ക് തോന്നുന്നു മെട്രോ ഇവിടെ വന്നുകൊണ്ട് കൊച്ചിയിൽ ബ്ലോക്ക് കുറയണമൊന്നുമില്ല, കൂടുകയാണ്.
മെട്രോയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കൊച്ചി കാണാൻ വരുന്ന ആളുകളാണ്. കൊച്ചിക്കാരെന്തായാലും മെട്രോ ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒരു മാറ്റമല്ല തിരക്കിന്. കാരണം എടപ്പള്ളിയിൽ നിന്നൊക്കെ നമുക്ക് മറൈൻ ഡ്രൈവ് ഭാഗത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ സഞ്ചരിക്കണം. അതാണ് അവസ്ഥ. എന്തൊക്കെയാലും എവിടെയെങ്കിലൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് മൂത്രം വയ്ക്കണം. 2 വെള്ളക്കുപ്പിയാണ് എപ്പോഴും ഉണ്ടാകുക. റോഡ് ഡോർ വെള്ളമുണ്ടോ അവിടെ ഇരിക്കണം ഒന്നുണ്ടോ, അത് മൂത്രം വയ്ക്കാനുള്ളത്. ഇവിടെ ഒന്നുണ്ടോ അത് കുടിക്കാനുള്ളത്. സിസ്റ്റം മൊത്തത്തിലുള്ള സിസ്റ്റം. ഈ പെൺകുട്ടികളൊക്കെ എന്താ പഠിച്ചിരിക്കണം, പോയി പാണിയടിക്കും പെണ്ണുങ്ങളെ. അപ്പോൾ എന്തായാലും ഇവിടേക്ക് സൈഡാക്കിയിട്ടൊന്ന് ആദ്യം ഒന്ന് മൂത്രം വയ്ക്കട്ടെ, എന്നിട്ട് വേണം എന്താക്കാൻ, ഓട്ടം എടുക്കാൻ. ഓട്ടം വരുമെന്ന് അറിയില്ല ഇനി എൻ്റെ ഉള്ളിൽ. ഇനി വരികയാണെങ്കിലും എന്തില്ലെങ്കിലും ശരി എടുത്തിടും, മൂത്രം ഒഴിക്കും, എന്നിട്ടേ പോകുള്ളൂ. വയ്യ എൻ്റെ കിഡ്നി, എൻ്റെ ബ്ലാഡർ, എൻ്റെ അതന്നെ. അപ്പോൾ സുഹൃത്തുക്കളെ സമയം ഏകദേശം വന്നിട്ട് 4 മണി കഴിഞ്ഞു കേട്ടോ. 4 മണി പറഞ്ഞാൽ ഏറെക്കുറെ കഴിയാറായി. ഇന്നത്തെ ദിവസം കഴിയാറായി. കണ്ടോ 1220, 7 ട്രിപ്പ് കംപ്ലീറ്റഡ്. നമ്മൾ മനസ്സിലാക്കണം, ഇതിന്ന് ഒരു 750 700 കൂട്ടിക്കോ, 700 മുകളിലുണ്ട്. ഒരു 700 720 വരും. CNG അടിക്കണം. പിന്നെ ഞാനൊരു മനുഷ്യൻ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം അപ്പോൾ എത്രയായി? 700, ഒരു 300 350 രൂപ വെച്ച് കൂട്ടിക്കോ. മറ്റേ ആൾക്കാരെ പറക്കണു മേലെ കൂടെ. 1000 ആയോ? ഇന്ന് രാവിലെ 8 9 10 11 12 1 2 3 4 9 മണിക്കൂർ പണിയെടുത്തിട്ട് എനിക്ക് കിട്ടിയത്, എൻ്റെ പോക്കറ്റിക്ക് അല്ലെങ്കിൽ എനിക്ക് മാറ്റി വെക്കാൻ കിട്ടുന്നത് 220 രൂപ. ഇതാണ് കൊച്ചിയിലെ ഊബറിൻ്റെ ഈ നിലവിലെ അവസ്ഥ. എങ്ങനെയുണ്ട്? കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആളുകൾ പറഞ്ഞു ഞാനൊരു വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് വരികയാണ് എന്നൊക്കെ. പെട്ടെന്ന് വരി, വേഗം വരി. അതേമാതിരി നോക്കി ഞാനൊരു പെട്രോൾ പമ്പിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആലുവ കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പുറത്തൊരു പെട്രോൾ പമ്പിൽ. ഞാൻ നോണ പറയണല്ലോ, നോക്കി കാണാൻ പറ്റും. 1220 രൂപയാണുള്ളത്. അഥവാ 8-9 മണിക്കൂറായി. അഥവാ സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ പണി മാറ്റേണ്ട സമയമായി. 4 മണി കഴിഞ്ഞില്ലേ. എനിക്കിപ്പോൾ ഇതൊരു 220 രൂപയെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാനത് കേൾക്കുമ്പോൾ വിചാരിച്ചു നെഗറ്റീവ് പറയാം. നെഗറ്റീവ് അല്ല, അവസ്ഥ എങ്ങനെയാണ്? അതാണ് അവസ്ഥ. 9 മണിക്കൂർ ഇരുന്നിട്ട് 7 ട്രിപ്പ് കിട്ടിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 7 എണ്ണം കണ്ടെന്നോണം അറിയാമല്ലോ ടേനെ. 7 ട്രിപ്പ് 7 ട്രിപ്പ് കംപ്ലീറ്റഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. അതാണ് അവസ്ഥ. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ വണ്ടിയുടെ അടവ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലോൺ എടുക്കേണ്ടി വരും. ലോൺ ഇട്ടിട്ടാണ് വണ്ടി വാങ്ങുന്നത്. വണ്ടിയുടെ അടവ് എടുക്കാൻ എന്ത് ചെയ്യണം? വീണ്ടും ലോൺ എടുക്കണം. എത്ര നേരമായി ഇവിടെ നിൽക്കണു. ചിലവർ പറഞ്ഞു വണ്ടി ഇങ്ങനെ ഉരുണ്ട് പോയാലോ അത്രേ ഉള്ളൂ പിന്നെ ട്രിപ്പ് കിട്ടുക. എവിടെ? ഞാൻ ഇത്രയും നേരം ഉരുളെയ്തു, എന്നിട്ട് ഉരുണ്ട കോലാളി കാണുന്നത്. പടച്ചവനെ, വയ്യ വയ്യ. നോക്കി എന്തായാലും. അപ്പോൾ സമയം 6:58 കേട്ടോ. 7 മണിയായി. ഏകദേശം 1550 രൂപയുടെ ഓടിയിട്ടുള്ളത് ഇവിടെ 8 ട്രിപ്പ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് എത്രയും 6 അല്ലേ 7 8 അതിൻ്റെ ശേഷം 1 എടുത്തിട്ടുള്ളൂ. 1 അല്ല 2 എണ്ണം. CNG നോക്കി 2 കട്ടയുള്ളൂ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം അടിച്ചിടാം. അതിനുമ്പോൾ രാവിലെ അടിക്കണ്ട. ഇന്ന് രാവിലെ അടിച്ചു കേട്ടോ. നിങ്ങൾ ചിന്തിക്കണം, 161 കിലോമീറ്റർ ഓടിയിട്ടാണ് കേട്ടോ. 161 കിലോമീറ്റർ ഇന്ന് ഓടിക്കണം. അപ്പോൾ 2 തവണ CNG അടിച്ചു. ഏകദേശം ഒരു 1300 രൂപ. ഇനിയിപ്പോൾ അടിക്കുമ്പോൾ എന്തായാലും ഒരു 600 രൂപ ഏകദേശം വരും. ഇന്ന് കിട്ടിക്കണത് 1500 അത് അന്നത്തെ എൻ്റെ ചിലവിൻ്റെ പൈസ നഷ്ടം. എന്തോ ഒരു കഷ്ടമാണ്. ഇപ്പം എന്താണ് കാരണം എന്ന് റൈഡിങ് കിട്ടില്ല. ഇന്ന് വളരെ ശോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകം. 2000 രൂപ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു 600 രൂപയെങ്കിലും നമുക്ക് മാറ്റിയേക്കാന്നുള്ള സെറ്റപ്പ്. CNG അടിക്കാനാണെങ്കിലും നോക്കുകയാണെങ്കിൽ ലൈന് ഇഷ്ടം പോലെ. ഇപ്പം ഞാനിവിടെ എയർപോർട്ടിൽ പോകുന്നിടത്തുള്ളൊരു പമ്പിലാട്ടോ. ഇവിടെ ആലുവ കഴിഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ ആലുവ കഴിഞ്ഞിട്ട് ഉള്ളൊരു പമ്പിലാണ്. ഇവിടെ CNG ഉണ്ട്. അപ്പോൾ രാത്രി ആകുമ്പോൾ എല്ലാവരും നിർത്താനുള്ള പരിപാടി ആയിരിക്കും. ചിലപ്പോൾ അടിച്ചിടാമെന്നൊരു വിചാരിച്ചിട്ടേക്കാതെ. ഇപ്പോൾ 2 കട്ടയേ ഉള്ളൂ, പക്ഷേ ആ 2 കട്ടയിൽ കുറേ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം 3G ഇന്ന് നഷ്ടമാണ് ഗൈസ്. ഇന്ന് ഭക്ഷണ പൈസ നഷ്ടം, നമ്മുടെ അധ്വാനം നഷ്ടം. അവസ്ഥ തന്നെയാണ്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഊബർ വഴി മുമ്പോട്ട് പോകുന്ന ഒരു ഐഡിയ കിട്ടില്ല. വണ്ടി ഇതങ്ങനെ മുമ്പോട്ട് പോകും, ആക്സിഡൻറ്റ് അങ്ങനെ കൊടുത്താൽ മുമ്പോട്ട് പോകും. പക്ഷേ എന്തോ ഒരു ഐഡിയയും കിട്ടില്ല.
ഇനിയിപ്പോൾ നാളെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഇന്നലെ രസമുണ്ട്. ഇന്നലെ ഏറെക്കുറെ ഈ പറഞ്ഞ പോലെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ, ഇത് അടിക്കാൻ കാരണം ഒരുപാട് പിന്നെ ക്യൂ ആയപ്പോഴേ. ഇന്നലെയും ഇതേ അവസ്ഥയാണ്. ഇന്നലെ 1200 1300 അത്രയ്ക്ക് കൂടിയുള്ളൂ. പക്ഷെ ഇന്നലെ ഞാനൊരു ഉച്ചക്ക് ശേഷം കേട്ടോ, ഏറെക്കുറെ ഉച്ച ആയിക്കണു ശേഷം എന്ന് പറയാൻ പറ്റില്ല, ഉച്ചക്കാണ് ഓണാക്കിയത്. അങ്ങനെയെന്ന് വിചാരിച്ച് സമാധാനിക്കാം. പക്ഷേ ഇന്നത്തെ അവസ്ഥ ആലോചിച്ചൊക്കെ നിങ്ങൾ 2 തവണ CNG അടിക്കണു. ഇഷ്ടപ്പാടന്നെ. അപ്പോൾ എന്തായാലും ഇനി കൂടുതലൊന്നുമില്ല, എന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ 16 രൂപയുടെ ഓട്ടം കിട്ടി ഇനി വീഡിയോ ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യട്ടാ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത്, വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു, അഭിപ്രായങ്ങൾ എന്തും പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതെന്നാ എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഇതേപോലൊരു മൂഡൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്ത സംഭവത്തിൽ എന്ന് വെച്ചാൽ മറന്നു പോകണം, അതാ വിഷയം. അപ്പോൾ ഇനി കൂടുതൽ ഡയലോഗില്ല. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോ കാണാം.